ഗൈസ് നമ്മൾ സൺസെറ്റ് കാണാൻ പോകണേ കുന്നിൻ്റെ ഉണ്ടേല് കാണിച്ചു ആ വഴിയാണ് നമ്മൾ പോണത് ഗൈസ്. ആ വഴി ഒരു അന്നോട്ട് ചിലപ്പോൾ ഒരു കുന്നുണ്ട്, ഒരു പൂർത്തിത്തോട്ടോ, അവിടെയാണ് സൺസെറ്റ് കാണാൻ. ഈ വഴിയാണ് ഗൈസ്, ചേന്നമ്പാറ പോണ വഴിയാണ്. വലിയ കടന്ന് മേമലേന്ന് നേരെ പോണ വഴി. ചവിട്ടി കയറ്റാൻ കുറേ നല്ല പാടാണ്. ഒരു കയറ്റമാണ്, ചെറിയ കയറ്റമാണ് ഗൈസ്. മെയിൻ റോഡ് താഴെ കൂടെ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ചുമ്മാ ഇവിടെ ഇന്ന് സൺസെറ്റ് കാണാം. ചിലപ്പോൾ മഴ സമയത്തൊന്നും കാണാൻ പറ്റൂല. മേഘമൊക്കെ കണ്ട ഗൈസ്, സെറ്റാണ്. ഇവിടെ ഒരു റബ്ബർ തോട്ടമാണ് ഇന്ന് ഉണ്ട്. ഇപ്പോൾ മരമൊക്കെ മുറിച്ച് പുതിയ തൈ വെച്ചൊക്കെയാണ്. പുറത്തിത്തോട്ടമാണ് ഗൈസ്, രണ്ട് സൈഡിലും പുറത്തിത്തോട്ടമാണ്. നമ്മൾ ഈ മരമൊക്കെ മുറിച്ച് കഴിയുമ്പോൾ സൈക്കിളും കൊണ്ട് എല്ലാവർക്കും സൈക്കിളുണ്ട് ഗൈസ്. അപ്പോൾ സൈക്കിളൊക്കെ കൊണ്ട് ഇറങ്ങും. വൈബാണ് ഇവിടെ നമ്മൾ സൈക്കിൾ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. വൈബ് സൈക്കിള് ഫുള്ള് കുഴിഞ്ഞു. ഇപ്പം മഴയായതുകൊണ്ട് സഞ്ചരിച്ചൊന്നും കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, ചുമ്മാ വന്നത് ഗായ്സ്. ഇവിടെ ഫുള്ള് മഞ്ഞാണ്. ഞാൻ ഇനി സൈക്കിളിൽ കയറിട്ട് അല്ലെങ്കിൽ അവൻ എന്നെ കൂട്ടാതെ പോകും. നമ്മൾ സൈക്കിളിൽ പറ്റി പോവേണ്. അവള് പോണ സൈക്കിള് ഇതാണ്, പാടാണ്, ചെറിയൊരു പാട്. ഇത്തിപ്പൂര അങ്ങോട്ട് പോയാലേ നമുക്ക് എത്താൻ പറ്റും. സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞോ. മഴക്കോള് കയറി കിടക്കാണ്. അവന് പല്ലി കമ്പിയിടിക്കൊണ്ട് ചെറിയ പ്രശ്നമുണ്ട് പറയാം. അതുകൊണ്ടാണ് ഇങ്ങനെ അവിടെ മഞ്ഞ് കയറി കിടക്കണുണ്ട് ഗൈസ്. ഇവിടെ വൃത്തി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് തൈകൾ. അതുകൊണ്ട് സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അച്ഛനെ തോടെ നിൽക്കുകയാണ്, തോട്ടത്തെ മെയിൻ ആളുകൾ നിൽക്കുകയാണ്. ഒന്നും കാണാൻ പറ്റില്ല, ഇവിടെ ലോഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ സമ്മതിക്കില്ല, കാണാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് നാളെ കാണിച്ചു തരാം. ഇവൻ നാളെ കാണിച്ചു തരും. ഇവനാണ് ആ അത് ശരിയാണ്. ഞാൻ പറഞ്ഞെന്തി ഇവൻ കാണിച്ചു തരും. ഓക്കെ ശരി. നമ്മൾ അച്ചു എന്ന് പറഞ്ഞ ഒരുത്തുണ്ട്, അവൻ്റെ ബർത്ത്ഡേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അവൻ്റെ ബർത്ത്ഡേ ഗൈസ്. ഇവനാണ് ബർത്ത്ഡേ പോയി. എന്നെ വണ്ടിയിൽ പോയവന്മാര് പിടിച്ചെടുത്തിയവന്മാരാണ്. തല്ലിക്കൊല്ലണം ഗൈസ്. നമ്മള് വലിയങ്ങാട് പ്രദേശമാണ് ഗൈസ്. നമ്മളൊക്കെ ഉണ്ടോ അവിടെ ഉണ്ട്. നമ്മളെ പറ്റിച്ച് അതിനുള്ള പരിഹാരം തന്നില്ലെങ്കിൽ നമ്മൾ ബീച്ചിൽ ഓലപ്പറക്കും എല്ലാം പോയെന്ന് പറ്റിക്കാൻ നോക്കിയാണ് ഗൈസ്. അതാ നമ്മൾ തിരിച്ചു കൊടുക്കും ഗൈസ്, നമ്മൾ തിരിച്ചു കൊടുക്കും. നമ്മൾ ചീനമുട്ട, പഴവും മൈദ, കളർ പൊടി അതെല്ലാം കൊടുത്തിട്ട് ഇവന്റെ മോന്ത ഇങ്ങനെ തേച്ച് വെക്കുന്നത് ഇങ്ങനെ ഓടി. ചിത്രാവിന്റെ കടയിൽ ചാണകവും ചീനമുട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അടിയാവും ഗായ്സ്. ഇവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അടിയാവും. ഇപ്പൊ ഇവന് പണിയെടുക്കാനുള്ള സമയത്ത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇപ്പോഴും അടിക്കാടെല്ലാം കഴിച്ചു വെച്ചോണ്ടിരിക്കുക, വായിക്കാതെ പോവാതിരിക്കാൻ വേണ്ടി. ശരി ഗായ്സ്, ടാറ്റാ, ബൈ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.